നമസ്കാരം. ഈ പ്രവാചക നിന്ന, അള്ളാഹു നിന്ന എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പാകിസ്ഥാനിൽ നടത്തി അവരെ കൊല്ലാൻ വിധിച്ചു, യൂറോപ്പിൽ പലയിടത്തും നടക്കുന്നു, അതിൻ്റെ പേരിൽ കലാപങ്ങൾ കാനഡയിലുണ്ടായി. ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ ഇന്ത്യയിലും അത് തുടങ്ങി വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പുതുതായിട്ട് വാർത്ത വന്നിരിക്കുകയാണ്. പ്രവാചകനെ അവഹേളിച്ച് BJP വനിതാ നേതാവിനെതിരെ കലാപം. മുസ്ലിം സംഘടനകളാണ് കലാപത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ? ഭാരതീയ ജനതാ പാർട്ടി BJPയുടെ ന്യൂനപക്ഷ മോർച്ച, വനിതാ ന്യൂനപക്ഷ മോർച്ച അഥവാ ന്യൂനപക്ഷ വനിതാ മോർച്ചയാണെന്ന് അറിയില്ല, അതിൻ്റെ നേതാവിൻ്റെ പേരെന്താണെന്നറിയാമോ? നാസിയ ഇലാഹി ഖാൻ. മതം എന്താണെന്ന് മനസ്സിലായല്ലോ, മുസ്ലിങ്ങൾ തന്നെയാണ്. ഇവിടെയാണ് വല്ലാത്ത ഡിലമ. വല്ല ഹിന്ദുക്കളാണെങ്കിൽ പെട്ടെന്ന് തട്ടിക്കയറായിരുന്നു, RSകാരാണെന്നും പറഞ്ഞിട്ട്. ഇത് ന്യൂനപക്ഷ മോർച്ച നേതാവ് നാസിയ ഇലാഹി ഖാൻ ശുദ്ധ ഇസ്ലാമാണ്. കാര്യങ്ങളായിട്ട് കാണുന്ന ഇസ്ലാമാണ്. കണ്ട കാര്യങ്ങൾ സമൂഹത്തിൽ വിളിച്ചു പറയുന്ന മുസ്ലിം കുട്ടിയാണ്. പ്രവാചകനെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും കുറിച്ച് നടത്തിയ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. വലിയ പ്രതിഷേധമൊന്നുമല്ല, ഓരോ മുക്കിലും മൂലയ്ക്കും അവിടെ 10-20 ആൾക്കാർ കൂടി അപ്പോഴേയും പോലീസുകാരും എല്ലാവരും ഓടിപ്പോകും. കാരണം സ്ഥലം ഛത്തീസ്ഗഡാണ്. ജയിലിൽ പോയാൽ പിന്നെ പുറത്തേക്ക് വരില്ല, ആരോട്ടും അറിയൂല. നാസിയക്കെതിരെ നിയമ നടപടിയും ഔദ്യോഗിക അന്വേഷണവും വേണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു. അവരാവശ്യപ്പെടും. അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ 3 വട്ടം പറഞ്ഞു. ഇനി പറയുന്നു വേണ്ട, പോവാം. അവിടെ ആരും ശ്രദ്ധിക്കില്ല. ഛത്തീസ്ഗഡിൽ BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഛത്തീസ്ഗഡിലെ രാജാനന്ദ്ഗാവ് ആണെന്ന് തോന്നുന്നുണ്ട്. അത് രാജനന്ദ്ഗാവാണെന്ന് അറിയില്ല. ജില്ലയിലെ പ്രതിഷേധ പ്രകടനം അവിടെയാണ് ഇപ്പോൾ നടന്നത്. അവിടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ ഒത്തുകൂടി ഈ നാസിയ ഇലാഹി ഖാനെതിരെ നിയമ നടപടികൾ വേണമെന്ന് പറഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനം സമർപ്പിച്ചു. അതിനേക്കാൾ നല്ലത് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അവരതാ പറയാം, പള്ളിയിൽ പോയിട്ട് പറഞ്ഞോളാൻ പറയും. അതപ്പം തന്നെ ചവറ്റുകോട്ടയിൽ പോയിട്ടുണ്ടാവും. BJP നേതാവിൻ്റെ പരാമർശങ്ങൾ ആഴത്തിൽ വ്രണപ്പെടുത്തുന്നതായിട്ടും അവിടെയാണ് പ്രശ്നം. അവർ പറഞ്ഞോട്ടെ, അവരങ്ങോട്ട് പറയട്ടെ. എന്ത് വയ്ക്കാനുള്ളൊരു വിവേകം, അതിലുള്ളൊരു മാനസികമായിട്ടുള്ള അടക്കം ഇല്ലാത്ത ആളുകളാണ് ഈ കുരയ്ക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഈ പ്രവാചക നിന്ദയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ അപഹസിക്കുന്ന വിധത്തിലുള്ള വാക്കുകളോ പറയാൻ മറ്റുള്ളവർക്ക് നല്ല ഇൻട്രസ്റ്റ് കയറുന്നത്. അതാണ് സംഭവം. ഇത്തരം പ്രസ്താവനകൾ വൈവിധ്യമാർന്ന രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആർക്ക് മുന്നറിയിപ്പ് നൽകിയെന്നായി പറയുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്, അത് വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകും. സംഘർഷം എന്താ? കുറേ ആൾക്കാർ ഇതുപോലെ ലഹളയുണ്ടാവും, അടിയും കൊണ്ടുപോകും. അതന്നെ മുസ്ലിങ്ങൾ ഇറക്കി വിടുന്നത് മുഴുവൻ സ്ത്രീകളെയാണ്, അതുപോലെ തന്നെ കുട്ടികളെയാണ്. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താനും നിയമലംഘനങ്ങൾക്കെതിരായ നടപടിയെടുക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം പിരിഞ്ഞു പോയിക്കോളും, നല്ല ചൂടല്ലേ, ഇപ്പോൾ വീട്ടിൽ പോയിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ടാവും. രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും സമാന പ്രതിഷേധങ്ങൾ നടന്നു. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവിടെ യൂട്യൂബ് ഉണ്ടായ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംവിധാനമുള്ള കാരണം നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ ആരും അറിയില്ല. ഇവിടെയുള്ള ചാനലുകൾക്കോ അല്ലെങ്കിൽ പത്രമാസികൾക്കൊന്നും അതിന് വേവലാതിയുമില്ല, താല്പര്യമില്ല. പ്രവാചകനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും അധിക്ഷേപിക്കുന്നത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ ആഴത്തിൽ വേദനിപ്പിക്കുന്നതാണെന്നും അത് നിയമപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ നേരിടണമെന്നും പ്രതിഷേധക്കാരുടെ പ്രതിനിധി പറഞ്ഞു. ഏതെങ്കിലും
മതത്തിനെതിരായോ അതിൻ്റെ ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കെതിരായോ ഉള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ സാമൂഹ്യ സൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്നും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ അത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും അദ്ദേഹം ജില്ലാ അധികാരികളോട് സമർപ്പിച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ ഒരു കാര്യത്തിൽ എന്താണ് ഇതിൽ പറഞ്ഞത്? മതത്തിനെതിരായോ അതിൻ്റെ പരാമർശങ്ങൾ, അതിൻ്റെ ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കെതിരായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ സാമൂഹ്യ സൗഹാർദ്ദത്തിന് ഭീഷണിയാകുന്നല്ലേ പറഞ്ഞത്. ഈ കാര്യത്തിന് ആദ്യമായിട്ട് ഒരടക്കം വയ്ക്കേണ്ടത് സ്വയം മുസ്ലിങ്ങൾ തന്നെയല്ലേ. ഇന്നലെ എന്നോണം ഇല്ലാത്ത രീതിയിലാണ് അവർ ഇറങ്ങി പുറപ്പെട്ടുള്ളത്. ഇന്ത്യയെ അധിക്ഷേപിക്കാൻ, ഭാരതത്തെ അധിക്ഷേപിക്കാൻ, ഹിന്ദുസ്ഥാനെ അധിക്ഷേപിക്കാൻ, അതിൽ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ എന്തെല്ലാം തരത്തിൽ അധിക്ഷേപിക്കുക ആ തരത്തിൽ അധിക്ഷേപിച്ചു. ഇപ്പോൾ തിരിച്ചടി കിട്ടിയപ്പോൾ അതേ നക്കി നാറിയ ഈ മുസ്ലിങ്ങൾ അങ്ങനെ കാക്കുള്ളിലോട് തലവെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ യോഗി അദ്ദേഹം ഒരു സന്യാസി വര്യൻ കൂടിയാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിൽ അവഹേളിക്കുന്നു, സന്യാസിമാർ എന്തെല്ലാം തരത്തിൽ അവഹേളിക്കുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ഏകദൈവ സിസ്റ്റം അത് ഉടലെടുത്തത് ഈ ഇന്ത്യയിലാണ്, ഉപനിഷത്തുകളിലാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഈ കാണുന്ന കേൾക്കുക അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിലുള്ള എല്ലാം തന്നെ ഉണ്ടായി വിടർന്ന് വളർന്ന് ഇല്ലാതായിട്ട് മാറുന്നു. എവിടെ നിന്നുണ്ടായി എവിടേക്കില്ലാതായിട്ട് മാറുന്നു. ആ സത്യം കണ്ടുപിടിച്ച ആളുകളാണ് അവസാനം തൈത്യത്തിൻ്റെ അവസാനം പറയേണ്ടത് സ ഏകഃ, അവൻ ഏകമാണ്, ബാക്കി കാണുന്നതെല്ലാം ഉണ്ടായി മിന്നിമറിയുന്നതാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം. ഇതൊക്കെ കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടാണ് മറ്റുള്ള പ്രാകൃത വിഭാഗക്കാർ ഏകദൈവ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പറയണു ബഹുദേവത ആരാധനയാണെന്ന്. ഈ ഊശാമ്പി മക്കൾക്ക് വല്ലതും അറിയോ ഈ ആരാധനയുടെ രഹസ്യം എന്താണെന്ന്? ഹിന്ദു മതത്തിൽ ബഹുദേവത ആരാധന ഇല്ലടോ. ഹിന്ദു മതത്തിൽ ബഹുദേവത ആരാധന ഇല്ലടോ. വിവരവും മറ്റേ അറിവില്ലാത്ത വിവരം ശകലം പോലില്ലാത്തവർ ആദ്യം അത് മനസ്സിലാക്കുക. പക്ഷേ പോകാനുള്ള വഴിയും മാർഗവും തിരുവനന്തപുരം ഒന്നേ ഉള്ളൂ. പക്ഷേ പോകാനുള്ള വഴിയും മാർഗവും നമ്മൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം ഇങ്ങനെ പോകണം. പക്ഷേ കൊല്ലം തിരുവനന്തപുരമല്ല, എറണാകുളം തിരുവനന്തപുരം, അത് വഴിയും മാർഗങ്ങളാണ്. ഈ നാറി പിള്ളേർക്ക് അതറിയില്ല, മദ്രസ പൊട്ടന്മാർക്ക് അതറിയില്ല. എന്നിട്ടും അവർ അവഹേളിക്കുന്നു. ഞങ്ങളുടെ മതം കണ്ടോ, ഏകദൈവ വിശ്വാസം, അവരുടെ മതം കണ്ടോ, എല്ലാ പാമ്പ് മറ്റേ പെരിച്ചാഴിയുമെല്ലാം ആരാധിക്കുന്നു, മരത്തെയും മണ്ണിനെയും പെരിച്ചാഴിയെയും പാമ്പിനെയൊക്കെ ആരാധിക്കുന്നു. അയ്യയ്യേ ഈ ഒരു അവസ്ഥ ആദ്യമായിട്ട് ഇല്ലാതാക്കേണ്ടത്. നഗ്ന സന്യാസിമാരെ കുറിച്ച് പറഞ്ഞ്, നഗ്ന സന്യാസിമാർ ആരാണ്, എന്താണ്, അവർ ആ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്നത്, അതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് അധിക്ഷേപിക്കണം, മറ്റുള്ളവരെ അധിക്ഷേപിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നിപ്പോൾ ഇന്ത്യയിൽ വായ തുറക്കാനുള്ള ധൈര്യം ഇപ്പോൾ കേരളത്തിന് മാത്രമേ ഉള്ളത്. കേരളത്തിന് അപ്പുറത്തില്ലാതായി മാറി. അതിന് എത്ര കാലമുണ്ട് പറയാൻ പറ്റില്ല. ഈ കൊച്ചുകുട്ടികൾ ഉറുമ്പരിച്ചു പോകുമ്പോൾ അതിൻ്റെ ചുറ്റും വെള്ളം ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഉറുമ്പിൽ ഇത്രയും ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അതിന് വീണ്ടും ആ ഉറുമ്പിൻ്റെ ആ വട്ടം വലുതാക്കും. അപ്പോൾ ഉറുമ്പൊരു വട്ടത്തിലാകും. എന്നിട്ട് ആ വട്ടം ചെറുതാക്കി കൊണ്ടുവന്ന് കളിക്കുന്ന ക്രൂരതയാണ് ആ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതുപോലെ മുസ്ലിം സമൂഹം ഈ വട്ടത്തിനകത്ത്, കേരളം എന്ന വട്ടത്തിനകത്ത്, അതിനകത്ത് തന്നെയുള്ള മലപ്പുറം, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ചെറിയ വട്ടത്തിന് ഒതുങ്ങിപ്പോയില്ലേ? അതിനപ്പുറം ശബ്ദം ഉയർത്താൻ പറ്റുന്നുണ്ടോ? അവിടെയും ഈ മലപ്പുറത്തും കോഴിക്കോടും അധികം കളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടോ? ഗോവ ഡാം ആൻഡ് ഡിയോവിൻ്റെ പോലെ കേന്ദ്രഭരണ പ്രദേശമായി മാറും. അത് കഴിഞ്ഞാൽ വായിൽ വിരലിട്ടിരിക്കാം, മിണ്ടാതെ ഉരിയാടാതെ. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഇതിന് എന്താ ഡെഫിനിഷൻ? സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കുന്ന വിന. അതാണ് സംഭവം. ഭരണകക്ഷിയായിട്ടുള്ള BJP ഉൾപ്പെടുന്ന സംഘപരിവാര നേതാക്കൾ നിരന്തരം നടത്തുന്ന ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങൾ രാജ്യത്ത് തുടർന്ന് വരുന്ന വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു പള്ളിയിൽ ചർച്ച ചെയ്തത് അത്ര തന്നെ. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളോട് അധികാരികൾക്ക് നിസ്സംഗമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അടി കൊള്ളുന്ന ഒരാൾ
അയ്യോ എന്ന് നിലവിളിക്കും, കുറച്ച് കഴിയുമ്പോൾ നിലവിളിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തേങ്ങിക്കരയും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതും കഴിയുന്ന അർത്ഥം. പട്ടിക്ക് അടി കിട്ടിയാൽ അത് വലിയ കുരയ്ക്കും. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലും പുല്ലൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെണ്ണൂറ്റുമുള്ളിലോ പോയിരുന്ന് ഇതന്നെ. അതുകൊണ്ട് ഇവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ ഭരിക്കുന്നത് RSS ആണ് ഭരിക്കുന്നത്. ആ RSS ഇവിടെ ഹിന്ദുക്കളെ മാത്രമേ കാണുന്നുള്ളൂ. അതിനുള്ള ഞങ്ങൾ സംതിങ് സ്പെഷ്യലാന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക തന്നെ ചെയ്യും. ഇവിടെ ഇത് ഹിന്ദുസ്ഥാനമാണ്. ഇവിടെ ജീവിക്കുന്ന ഒക്കെ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളിൽ വിവിധങ്ങളായിട്ടുള്ള ചിന്താ പദ്ധതിയുണ്ട്. ലക്ഷോപലക്ഷം ദേവദേവന്മാരുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അത് മുസ്ലിങ്ങൾക്കുണ്ട്, അത് ക്രിസ്ത്യാനികൾക്കുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അറബികളൊന്നും ഇവിടെയില്ല. അവിടെ വേണമെങ്കിൽ പാസ്പോർട്ട് എടുക്കണം. പക്ഷേ ഇവരുടെ ധാരണ ഞങ്ങൾ ഇതിലേക്ക് വേർപ്പെട്ട എന്തോ സംതിങ് സ്പെഷ്യലാണ്. ഞങ്ങളുടെ വിശ്വാസങ്ങൾ, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളാണ് ഫെയർഫുള്ള്, ബാക്കിയെല്ലാം വിഡ്ഢികളാണ്. ഈ ഒരു കൽപ്പനയാണ് ഇവർക്ക് ഈ തല്ല് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ മുസ്ലിം പക്ഷത്തു നിന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും, നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ശ്രീമതി ജാമിദ ടീച്ചർ. ഈ ജാമിദ ടീച്ചർ ഇതുപോലത്തെ തുടക്കത്തിൽ അവർ വെട്ടും കുത്തും കണ്ണു പൊട്ടിച്ച് കളയും, തല ഉടച്ച് കളയും എന്നൊക്കെയും പറഞ്ഞ് കുറേ ലഹളയുണ്ടായതാണ്. ഇപ്പോൾ രസം അതല്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരെ കേൾക്കാനും, അതുപോലെ തന്നെ ഡോക്ടർ എന്തായാലും പറയുന്നത് ആരിഫ് ഹുസൈൻ, അങ്ങനെ പരിപാടി പരിപാടിയാണ്. ആ പരിപാടിക്ക് വലിയ ആൾക്കാർ വരികയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ജാമിദ ടീച്ചർ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറയുന്നത് ശരിയാണ് തെറ്റാണ്, ഇതൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകളല്ല. പക്ഷേ അവർ തെറ്റ് പറഞ്ഞാലും അത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വായിക്കുന്ന പത്രം സന്യാസ മാർഗത്തിനെതിരായിട്ട് സംസാരിക്കുന്ന പത്രങ്ങളും ഞാൻ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് കടുത്ത നിഷേധക്കുറിപ്പുകൾ പറയുന്ന ആളുകളെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അറിയണ്ടേ? ഇപ്പം എൻ്റെ മുഖത്ത് ഒരു കരിയുണ്ടെങ്കിൽ അതൊന്നിലോ കണ്ണാടി അറിയും. അല്ലെങ്കിൽ മറ്റൊരാൾ പറയണ്ടേ സ്വാമി ഇതേ മുഖത്ത് കരിയുണ്ടെന്ന്. അവനവൻ്റെ പോരായ്മ അതറിയണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേണം അറിയാൻ. അവനവന് തോന്നില്ല, ആ പോരായ്മ അവനവന് തോന്നില്ല. ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആ പോരായ്മ പറയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കണ്ണാടി കുത്തിയുടയ്ക്കുന്നു. തൻ്റെ മുഖത്തെ പോരായ്മ അല്ലെങ്കിൽ തൻ്റെ പുറത്തെ വൈകൃതം അല്ല തൻ്റെ മുഖത്ത് എന്തെങ്കിലും കരിവാരി പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കണ്ണാടി കുത്തിയുടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ലോകമാകുന്ന കണ്ണാടി മുഴുവൻ കുത്തിയുടയ്ക്കാൻ പറ്റുമോ? അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഇവരുടെ അകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ജബ്ബാർ മാഷോ മറ്റോ അദ്ദേഹം ഉണ്ട്, അങ്ങനെ അവരൊക്കെയും കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ ജാമിദ ടീച്ചർ ഇങ്ങനെ പറയണത്? അതൊന്ന് ശ്രദ്ധിച്ചൂടെ? അത് ശ്രദ്ധിക്കില്ല. അതിനിവിടെ ഇവൻ ഒരു തെണ്ടിച്ചക്കനുണ്ട് അവിടെ ആലപ്പുഴയിൽ, മദനി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മദനിയല്ല കേട്ടോ, ഞാൻ അദ്ദേഹത്തെ കുറിച്ചല്ല പറഞ്ഞത്. വേറെ ഒരുത്തുണ്ട് പാരീസോ, അവൻ പാരീസിൻ്റെ അവൻ്റെ തന്തി തള്ളി പാരീസുകാരൻ തോന്നുന്നുണ്ട്, പാരീസ് മദനി. അങ്ങനെ ഒരുത്തനുണ്ട്. ഒരു കെട്ടും കെട്ടിയിട്ട് ആകുമ്പോൾ ഒരു പപ്പടം ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെ പരന്നിരിക്കുന്നതിനകത്ത് മറ്റേ ഇവിടെ തമിഴ് സ്ത്രീകൾ തലയിൽ ചട്ടി വെച്ചുകൊണ്ട് വേണ്ടി ചുമ്മാട് വയ്ക്കും. ചുമ്മാടെന്ന് പറയും, ഇവിടെ എന്താ പറയുന്നത് അറിയില്ല. അതിങ്ങനെ പരന്നായിരിക്കും. അവൻ്റെ തലയിൽ അത് വേണമെങ്കിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇവനെല്ലാണ്ടും പറയുന്നത് ഇനി ഇവരുടെ ആരുടെയും ഒന്നും കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അഭിപ്രായം എഴുതാൻ പാടില്ല, ഇവൻ്റെ മാത്രമേ കാണാൻ പാടുള്ളൂ. അതിവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ അതല്ല, നമ്മൾ പണ്ട് എന്ന് പറയുള്ള പണ്ഡിതനല്ല, ആ പണ്ഡിതൻ, അല്ലാണ്ട് ശരിയായിട്ട് പണ്ടേയുള്ള പണ്ഡിതനല്ല പറയുന്നത്. ഇങ്ങനെയുള്ള അലവലാദികൾ ഈ പാവപ്പെട്ട അടിമകളെ അവരുടെ വഴിക്ക് തിരിച്ചു കൊടുത്തേ. അത് കേൾക്കണ്ടാട്ടോ, അത് കേൾക്കണ്ടാട്ടോ, അത് കേൾക്കണ്ടാട്ടോ, പിന്നെ അത് കേൾക്കണ്ട, ഞങ്ങളുടെ മാത്രം കേട്ടാൽ മതി. ജാമിദ ടീച്ചർ എന്ത് പറയുന്നു നിങ്ങൾ കേൾക്ക്. ജാമിദ ടീച്ചർ എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ജാമിദ ടീച്ചർ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അത് പിന്നെ നിർത്തി. പിന്നീട് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് അവർ പറയണതെന്ന് അറിയണ്ടേ? എന്താണ് ആരിഫ് ഹുസൈൻ പറയണതെന്ന് അറിയണ്ടേ? ഇതെല്ലാം ഒരു അക്ബറുണ്ട്, എന്താ പറയുക, ഒരുത്തൻ ഇതിനും പറഞ്ഞുമായിട്ട് മറ്റേ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്ന ഒരു അക്ബർ ഒരുത്തുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്ബർ എന്ന് പറഞ്ഞാൽ, MM അക്ബർ. കാരണം എന്താ അറിയാമോ? ചിരിച്ച് മണ്ണ് കപ്പും. അത് കേൾക്കുന്ന സമയത്ത് ചിരിച്ച് മണ്ണ് കപ്പും. ഇപ്പോഴും ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിനെന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്തിനും അതങ്ങനെയല്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് അതിൻ്റെ ഉദ്ദേശം. മനസ്സിനെ രണ്ടായിട്ട് പിളർത്തി ഈ ഭാഗത്തെയും ശുദ്ധവൽക്കരിച്ചു, ഈ ഭാഗത്തെയും ശുദ്ധവൽക്കരിച്ചു, അതിനുശേഷം കൂട്ടിച്ചേർത്തു, മനസ്സാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെഫിനിഷൻ കൊണ്ടുവന്നാൽ പോലെ.
ചന്ദ്രനെ തന്നെ ഒറിജിനൽ ചന്ദ്രനെ പിളർത്തി. ഇപ്പോൾ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പോൾ ആ പിളർന്ന ഭാഗം കണ്ടു എന്ന് വരെ പറയാൻ അവർ മടിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ, ഈച്ചയുടെ ഒരു ചെറുകുമ്മ വിഷം, ഒരു ചെറുകുമ്മ അതിൻ്റെ പരിഹാരം എന്നൊക്കെ പറഞ്ഞ് ഇന്നും പിള്ളേരത് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് വാസ്തവത്തിൽ. ജാമ്യ ടീച്ചറുടെ കാര്യം കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞ് കേൾക്കണമെങ്കിൽ കുറച്ച് ഖുർആനെ കുറിച്ചുള്ള വിവരം വേണം. എനിക്കതില്ലാതെ പോയി, എന്നാലും കേൾക്കും മറ്റേ അത്രമാത്രം. അപ്പോൾ എനിക്കാരെയും ഇഷ്ടം എം അക്ബറെ. അത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇഷ്ടം ആരിഫ് ഹുസൈനോടും ജാമ്യ തിരിച്ചോടും. കാരണം അവർ പറഞ്ഞത് മനസ്സിലാവില്ല, മുഴുവൻ മനസ്സിലാവില്ല, എന്നാൽ ചിലതൊക്കെ മനസ്സിലാവും. ആ മനസ്സിലാക്കിയത് എനിക്ക് ഉപകാരം ചെയ്യാറുണ്ട്. പക്ഷേ എം അക്ബർ പറഞ്ഞത് മുഴുവൻ ഞാൻ കേൾക്കും, അക്ഷരം പോലും കളയാതെ ഞാൻ കേൾക്കും. എന്താ ചിരിച്ച് മാളരവിന്ദൻ മരിച്ചുപോയി. നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അവർകളിപ്പോൾ രംഗത്ത് വരുന്നില്ല, ഇന്നസെൻ്റ് സാറ് മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെയും പോയ സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ കുതിരവട്ടം പപ്പു അദ്ദേഹം പോയി. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ യുവാക്കൾ പറയുമ്പോൾ അത്രയും കൂടി ചിരി വരില്ല. നമുക്ക് പറ്റേ ആൾക്കാർ പറയുമ്പോൾ ചിരി വരുള്ളൂ, പഴയ ആൾക്കാർ. അപ്പോൾ അതിന് പകരം എം അക്ബറുടെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഈ ചട്ടിത്തലയൻ്റെ ഈ പാരീസ് മദിനി പറഞ്ഞ അവൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ അങ്ങനെ കാണും. പിന്നെ ഒരുത്തണ്ട് അവിടെ ഒരു ഹംസറുൽ ഫക്ക് എന്ന് പറഞ്ഞ ഒരുത്തണ്ട്, അവൻ്റെയും വീഡിയോ വരുമ്പോൾ കാണും. ചിരിക്കാൻ ഒരുപാടുണ്ട്. എനിവേ, നമ്മളുടെ ദോഷങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെയും വീഡിയോ കാണണം. ഇവിടെ ഈ പെൺകുട്ടി, ഈ നാസിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവർ ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവരുടെ പേര് നാസിയ സനാതനി എന്നാണ് ഇപ്പോൾ അവരെ അറിയപ്പെടുന്നത്. നാസിയ സനാതനി. അവർ പശ്ചിമ ബംഗാൾ സ്വദേശിയായ നാസിയ ഇലാഹി ഖാൻ്റെ, അവർ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. നാസിയ ഇലാഖി ഖാൻ എന്നാണ് ശരിക്കുള്ള പേര്. ഇപ്പോൾ അറിയപ്പെടുന്നത് നാസിയ സനാതനി എന്നാണ്. അവരുടെ പൊതുജീവിതം ആരംഭിക്കുന്നത് കൊൽക്കത്തയിലെ കോടതി മുറികളിൽ നിന്നാണ്. 2017 മുത്തലാഖ് സമ്പ്രദായത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കേസിലെ പ്രധാന ഹർജിക്കാരികളിൽ ഒരാളായിട്ടുള്ള ഇസ്രത്ത് ജഹാൻ്റെ നിയമോപദേശക എന്ന നിലയിലാണ് ഈ പറയുന്ന നാസിയ ഇലാഖി ഖാൻ മുന്നിൽ വന്നത്. വക്കീലാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. സുപ്രീം കോടതി വക്കീലാണ്. അന്ന് അവരാദ്യം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നീടാണ് അവർ BJP ചേരുന്നത്. 2018 BJP ചേരുന്നത്. ജൂൺ 19 ഇവർ അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ്, റീലിലാണ് പ്രവാചകൻ അവഹേളിക്കുന്ന ഭാഗമുള്ളത്. വീഡിയോയിൽ ദിവ്യ സിംഗ് എന്ന അവതാരികയുമായിട്ട് നാസിയ സംസാരിക്കുന്നതിനിടെ പ്രവാചകന് മുഹമ്മദ് നബിയെയും കുടുംബത്തെയും കുറിച്ച് അധിക്ഷേപകരവും അപകീർത്തികരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാണ് ഇപ്പോൾ ഈ സംഘടനയിലുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നതും കലാപത്തിന് ഒരുക്കുകൂട്ടുന്നതും. ഇതൊക്കെ ഇവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതുണ്ടായി, അയോധ്യ കൊള്ളയുണ്ടായി. അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ച് അവിടെ മുസ്ലിം പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിതു എന്ന് പറഞ്ഞ് അതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയ ഒരാൾ ഞാനാണ്. ഞാനവിടെ ഹിന്ദുമതം, ഹിന്ദുമതം എൻ്റെ മതം, ഹിന്ദുമതത്തിലുള്ള ആൾക്കാർ തീട്ടുന്നത് ഞാനും തീട്ടുന്നതെന്ന് പറയുന്ന ഒരാളല്ല. ഇപ്പോഴും അങ്ങനെ പറയില്ല. അപ്പോൾ ആയതുകൊണ്ട് കാര്യത്തെ നമ്മൾ കാര്യമായിട്ട് കാണുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും കൂടി കാര്യം തീരുമാനിക്കട്ടെ. ഇന്ത്യയാണ് ഞങ്ങളുടെ ദേശം, ഇന്ത്യക്കപ്പുറം ഞങ്ങൾക്കൊരു ദേശമില്ല. അത് അവരാദ്യം പഠിക്കണം. ഇവിടുന്ന് പ്രവാസികളായിട്ട് എത്രയോ അനവധി ഹിന്ദുക്കൾ ഗൾഫിൽ പോകുന്നുണ്ട്. ആ ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാൻ ഒമാനിൽ പോയിട്ട് 3 വട്ടം ഒമാനിൽ പോയിട്ടുണ്ട് സന്ദർശനത്തിനായിട്ട്. അന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഹിസ് മെജസ്റ്റി സുൽത്താൻ കാബൂസ് അവർകളെ ദൈവത്തെ പോലെയാണ് പരിഗണിച്ചിരുന്നു. പ്രഭുവില്ല ഹിന്ദുക്കളടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കാറ് പോകുമ്പോൾ എല്ലാവരും എണീറ്റെന്ന് കൈയടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മരിച്ച സമയത്ത് ഇവിടെ 16 സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്, കാസർഗോഡോ കോഴിക്കോടോ മറ്റോ. ആ രീതിയിൽ അന്യരെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അതല്ല ചെയ്യുന്നത് ഇവർക്കിവിടെ ഇന്ത്യയെ ഇഷ്ടമല്ല, ഹിന്ദുക്കളെ ഇഷ്ടമല്ല, വേദങ്ങൾ ഇഷ്ടമല്ല, ഉപനിഷത്ത് ഇഷ്ടമല്ല, ദൈവങ്ങളെ ഇഷ്ടമല്ല. ഈ കാക്കാരന്മാർ സ്വയം ഏറ്റുവാങ്ങാണ് ഇവർ ചെയ്യുന്നത്. ഇന്ത്യയിലേ അവർക്ക് രക്ഷയുള്ളൂ. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ വിസ വേണം. സൗദി എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നത് മുസ്ലിങ്ങളുടേതല്ല, സൗദികളുടേതാണത്. UAE എമിറാത്തികളുടേതാണത്.
മറ്റൊക്കെയും മറ്റേ ഖത്തറികളുടേതാണ്, ബഹ്റൈനികളുടേതാണ്, കുവൈറ്റികളുടേതാണ്. ഇവരുടെയൊക്കെ മതം മുസ്ലിം മതം എന്ന് മാത്രമേ ഉള്ളൂ, ഇസ്ലാം മതം എന്ന് മാത്രമേ ഉള്ളൂ. ഹേയ് ഞങ്ങളുടെ യഥാർത്ഥ ദേശം ഇവിടെയാണ്, മറ്റെന്താണ് പറയുക, സൗദി അറേബ്യ. വല്ല കാര്യമുണ്ടോ? ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലൊരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും പഴക്കം ചെന്ന മതമാണ് ഹിന്ദു മതം. ഹിന്ദു സങ്കല്പങ്ങൾ അഥവാ സനാതന സങ്കല്പങ്ങൾ. അതിൽ നിന്നും മുളച്ചു പൊട്ടിയ കാര്യങ്ങൾ മാത്രമേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളൂ. അത് അങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും പോയിട്ടുണ്ട്, അങ്ങോട്ടും പോയിട്ടുണ്ട് ഉണ്ട്. അല്ല ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ തനതായ രീതിയിൽ പൊട്ടിമുളച്ചത് എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്ന ഇവരെ പോലുള്ള ഊശാമ്പികൾ വേറെയില്ല. പേര് മാറ്റിയ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് ഇസ്ലാം മതം. ഖുറാനിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഹിന്ദു പുരാണങ്ങളിലുണ്ട്. ഖുറാനിൽ പറയുന്ന എല്ലാ കൽപ്പനകളും ഹിന്ദു ഇതിലുണ്ട്. അവർ പറയും ഈ മൂത്രമൊഴിച്ച സാമാനം കഴുകാത്തവരാണ് ഹിന്ദുക്കൾ. ഇതിങ്ങനെ പറയുകയാണവർ, പറഞ്ഞുണ്ടാക്കുകയാണവർ. സാമാനം കഴുകുക അതാണ് വലിയ കാര്യം, അതാണ് ഏറ്റവും വലിയ കാര്യം, വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ സാമാനം കഴുകുക. ഇത്രയും വൃത്തിയും വെടുപ്പില്ലാത്ത ഒരു സൈസ് സാധനങ്ങളെ കണ്ടിട്ടില്ല. ഇപ്പം പിന്നെ കുറച്ച് വൃത്തിയും വെടുപ്പുകളൊക്കെയും വെച്ച് തുടങ്ങിയിട്ടുള്ളത് മാത്രം. ഈ ഒരു കാര്യം ഇവിടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആസനത്തിൽ മണ്ണ്, അന്ന് മണ്ണാണ്, സോപ്പും കാര്യങ്ങളല്ല, അരച്ച മണ്ണാണ്. ആ മണ്ണിട്ടിട്ട് 32 വട്ടം വെള്ളമൊഴിച്ച് കഴുകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ കഴുകേണ്ട കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കാറില്ല ഹിന്ദു പ്രഭാഷകന്മാരും പറഞ്ഞു നടക്കാറില്ല. ഇവറ്റുകൾ ഇത് തന്നെ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോകുന്നൊരു പുസ്തകമല്ലേ ഉള്ളൂ. അത് കാണാപ്പടം പഠിച്ച് പറയാർക്കും പറ്റും. പക്ഷെ ഒരു ഹിന്ദുവിനും ദൈവത്തിന് പോലും കഴിയില്ല. മഹാഭാരതത്തിൽ തന്നെയുണ്ട് 1,00,000 ശ്ലോകങ്ങൾ. അതുപോലെ രാമായണത്തിൽ ഇതുപോലെ 1008 ഉപനിഷത്തുകളുണ്ട്. 108 ഉപനിഷത്തുകൾ പേരറിയപ്പെടുന്ന 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ തന്നെ പ്രമാണമായിട്ടുള്ള 11 ഉപനിഷത്ത്, ശ്വേതാശ്വതരം അടക്കം 10 ഉപനിഷത്ത് ശങ്കരാചാര്യർ, പിന്നെ ദശമോപനിഷത്ത് അത് ശങ്കരഭാഷ്യം നേരിട്ടുള്ളത്, പിന്നെ ശ്വേതാശ്വതരത്തിനും അദ്ദേഹം ഭാഷ്യം രചിച്ചിട്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ 11 ഉപനിഷത്ത് ഇതെല്ലാം ഒരുമിച്ച്. അത് കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രമുണ്ട്, ഗീതയുണ്ട്, ഗീതയുടെ ഭാഷയുണ്ട്, ബ്രഹ്മസൂത്രൻ്റെ ഭാഷയുണ്ട്, ആയുർവേദമുണ്ട്, ധനുർവേദമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അഷ്ടാധ്യായിയുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം എന്ന് പറയാൻ വേണമെങ്കിൽ സിദ്ധാന്ത കൗമുദിയുണ്ട്, കാശികയുണ്ട്. സിദ്ധാന്ത കൗമുദിയുടെ താഴെ ലഘു സിദ്ധാന്ത കൗമുദിയുണ്ട്. ലഘു സിദ്ധാന്ത കൗമുദിയിലെ തന്നെ ആദ്യത്തെ 3 പാഠം പഠിച്ച പണ്ഡിതനാണ് ഞാൻ. അത്രയേ ഉള്ളൂ. ലഘു സിദ്ധാന്ത കൗമുദിയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചപ്പോൾ കുറേ ഓർമ്മയില്ല. അപ്പോഴും ഞാൻ പണ്ഡിതനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കെടുക്കുകയാണ്, ആകാശമുട്ട കാര്യങ്ങൾ കെടുക്കുകയാണ് അവിടെ. ഇതിനെല്ലാത്തിനെയും മാറ്റി വെച്ചുകൊണ്ടാണ് ഈ എളിഭ്യന്മാർ പറയണത് അയാൾ അവിടെ നിന്ന് ഓടിപ്പോയി ഇവിടെ പോയിട്ട് ആൾക്കാരെ സംഘടിപ്പിച്ചു, കുറേ യുദ്ധങ്ങൾ നടത്തി കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. എന്നിട്ട് പറയും നാളെ ഇവിടെ ഈ അടുത്ത വർഷം ഇവിടെ ഒരു ഭൂമികൾക്കുണ്ടായ അതായത് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൊറോണ അത് ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ള. എടാ മറ്റവന്മാരെ, തെണ്ടികളെ ഞാൻ വിളിക്കുന്നില്ല. ഈ വരാൻ പോകുന്ന കാര്യം ഈ ഊശാമ്പികൾ അടുത്ത ഇതിപ്പോൾ 2026 2027 മാർച്ചിൽ ഭയാനകമായിട്ടുള്ളൊരു സുനാമി കേരള തീരത്തുണ്ടാവും എന്നൊന്ന് പ്രവചിക്ക്. അത് ഞങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറ. അപ്പോൾ പ്രിക്കോഷൻ എടുക്കാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും അത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കിതാബ് ആയിക്കോട്ടെ, ഇത്രയുള്ള കിതാബ് അതിലാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ആളുകൾക്ക് അരോചകത്വമാർന്ന കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ഖുറാനിലുള്ള എല്ലാ കഥാപാത്രങ്ങളും. അതുപോലെ തന്നെ ഹിന്ദു പുരാണങ്ങളിലുണ്ട്. സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദേവേന്ദ്രൻ്റെ ആജ്ഞ നടപ്പിലാക്കുന്ന ദേവന്മാർ, സുര എന്ന മദ്യമൊഴുക്കുന്ന നദികൾ, അവിടെ ഈ നദികൾ നരകവർണ്ണനയിലൊക്കെ ഈ നദികളുണ്ട്. ഉർവശി, മേനക, രംഭ, തിലോത്തമ. ഉർവശിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മേനകയും കണ്ടിട്ടുണ്ട്. മേനക സുരേഷിൻ്റെ ഭാര്യയാണ് മേനക. രംഭ നമ്മളുടെ സർഗം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരുന്നില്ല. തിലോത്തമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉർവശി, മേനക, രംഭ, തിലോത്തമമാരുണ്ട്. പിന്നെ അവർ അസിസ്റ്റൻറ്റുമാർ വേറെയുണ്ട്, സുരകന്യകമാർ, ദേവകന്യകമാർ. അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ ആയിരക്കണക്കിനായ അപ്സരസുകൾ വേറെയുണ്ട്. ഖുറാനിലതൊക്കെ പേര് മാറ്റി വേറെ തരത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ദേവേന്ദ്രൻ്റെ പേര് അള്ളാഹുവിൻ്റെ ആജ്ഞ നടപ്പിലാക്കുന്ന ദേവന്മാരുടെ ദൈവികമായിട്ടുള്ള കഴിവുള്ളവരെന്ന അർത്ഥത്തിൽ മലക്കുകളാക്കി, അപ്സരസുകളെ ഹൂറികളാക്കി. സുര എന്ന മധ്യപ്പുഴയുടെ പേര് നബി മാറ്റി. മലക്കുകൾ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലും 3 പ്രധാന മലക്കുകളാണ് ഗബ്രിയേൽ, മിഖായേൽ, അസ്രായേൽ.
33 ദേവന്മാരുണ്ടെങ്കിലും 3 ദേവന്മാർക്കാണ് പ്രാധാന്യം. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. ഇതിൽ മരണത്തിൻ്റെ ദേവൻ ശിവനാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയെല്ലാം വിഡ്ഢിത്ത കൽപ്പനകളാണെന്ന് പറയുന്നവരല്ലേ വാസ്തവത്തിൽ വിഡ്ഢികൾ? ആലോചിച്ചു കൊണ്ട കാര്യമാണത്. അതുപോലെ തന്നെ ഖുറാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മരണത്തിൻ്റെ മലക്ക് അസ്രായേൽ ആണ് ഖുറാനിൽ പ്രത്യക്ഷപ്പെട്ട് ധർമ്മകർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദേവൻ. ഇവിടെ ബ്രഹ്മാവാണ്. നബിക്ക് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മലക്ക് ജബ്രിയേൽ. മരണശേഷം നമ്മളെ ചോദ്യം ചെയ്യുന്ന 2 ദേവന്മാരാണ് കാലനും ചിത്രഗുപ്തനും. ചിത്രഗുപ്തൻ അവിടെ അക്കൗണ്ടൻ്റാണ്. മരണശേഷം ഖബറിൽ ചോദ്യം ചെയ്യുന്ന 2 മലക്കുകളാണ് മുൻകറും നക്കീറും. കലിയുടെ അവസാനം ഭൂമി നശിക്കുന്നതിന് മുമ്പായിട്ട് വരുന്ന കൽക്കിയുടെ പേര് മഹദി ഇമാമോ എന്തോട്ടെ, മോദി ഇമാമ്. ഈ ദേവേന്ദ്രനെ ആരാധിക്കരുതെന്നും ദേവേന്ദ്രൻ കൊടുക്കുന്ന സ്വർഗത്തേക്കാൾ വലുതാണ് ദൈവം തരുന്ന മോക്ഷമെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളെ കാഫറുകളെന്നും ബഹുദൈവ വിശ്വാസികളെന്നും പറഞ്ഞ് ഒരു വിഷം കൊടുത്ത് അവരെ കൊല്ലാൻ വേണ്ടിയും കത്തിയെടുത്ത് കൊല്ലാൻ വേണ്ടി ഇതൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇന്നാളുകൂടി കേട്ടു അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോംബ് പൊട്ടിക്കൽ, തീവ്രവാദം, ഈ വക പരിപാടികളാണ് വാസ്തവത്തിൽ ഇവരോടുള്ള സ്പർദ്ധ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂട്ടിക്കൊണ്ടി വരുന്നത്. ഇതൊന്നും ഇത്രത്തോളം സീരിയസ് ആയിരുന്നില്ല. ഇവിടെ പണ്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹിന്ദുക്കളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗൾഫ് ആരംഭിച്ചതിന് ശേഷം ഇവരെ അഹംഭാവം കുറച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങൾക്കപ്പുറത്ത് ആരുമില്ല എന്നിട്ട് ആ വട്ടത്തിൽ മലപ്പുറം വട്ടത്തിൽ കിടന്ന് കളിച്ച് അതാണ് ലോകമെന്നും കരുതിയിട്ട് അവിടെ കിടന്ന് ഇവരെ അർമാദിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഹിന്ദു മതത്തെ അധിക്ഷേപിക്കുക, ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുക, സ്വാമിമാരെ ചാമിയാർമാരെന്ന് പറഞ്ഞ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ തെണ്ടിപ്പിള്ളേർ. അതിന് ഊറ്റം കൂട്ടി കൊടുക്കുന്ന ഒരു പാണക്കാടൻ ഒരുത്തരുണ്ട് അവിടെ. അതുപോലെ തന്നെ ലീഗോളികൾ കുറേ എണ്ണമുണ്ട് അവിടെ, സമസ്തക്കൾ കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ അവരാണ് സത്യം പറഞ്ഞാൽ തേച്ച് കൊടുക്കുന്നത്, ബാക്കപ്പ് കൊടുക്കുന്നത്, ഈ ഉഷാമ്പികൾ അത് കൊടുക്കുന്നത്. തല്ല് വാങ്ങിക്കുന്നത് ഇവരായിരിക്കും. മറ്റൊക്കെ അവരെ ഒളിച്ചിരിക്കുമല്ലോ, കാര്യങ്ങൾ അവർ നേടുമല്ലോ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുക. ഏതായാലും ഇവരൊരു കാര്യം മനസ്സിലാക്കണം. ഈ അള്ളാഹു അതുപോലെ പ്രവാചകൻ നിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരുടെ പ്രവാചകം ശരിയല്ല പറഞ്ഞ് ഇവർ കുരയ്ക്കാൻ നിൽക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു കുഞ്ഞലാന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ ചൈനക്കാരി എന്ന് വിളിക്കുക. അവരുടെ മൂക്കം വരണ്ട മൂക്കാണ്. സംസാരിക്കുമ്പോഴേ ഓഹോ എന്നൊക്കെയാണ് സംസാരിക്കുക. അവരുടെ മക്കൾ പോലെ അവർക്ക് ഭ്രാന്താണ്. കാരണം അവർ സ്കൂളിലൊക്കെ പഠിച്ചതാണ്. അവർ 5ാം ക്ലാസ് 8ാം ക്ലാസ് എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്ന നല്ല സ്ത്രീ ആയിരുന്നു അത്രേ. ഇപ്പോൾ ഒരു ഭ്രാന്തിയായി മാറി. കാരണം 2 മക്കൾ ഒരേ ദിവസം ഇതിൽ കുളത്തിൽ വീണ് മരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവും മരിച്ചു. അവർ ഭ്രാന്ത് ഇളകി നടക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇവരെ നോയിട്ട് ചൈനക്കാരി എന്ന് വിളിക്കും. ഇത് പറയുമ്പോൾ അവർ പ്രതികരിക്കും. അതവർക്ക് ഇളകി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവർ പ്രതികരിക്കൊന്നുമില്ല. അപ്പോൾ ആ പ്രതികരിക്കുന്നതുകൊണ്ടാണ് പിള്ളേർ പോയിട്ട് ഇവർ വിട്ട് ചൈനക്കാരി എന്ന് വിളിച്ച് ഓടും. അപ്പോൾ അവർ കല്ലെടുത്തെറിയും, ചിലപ്പോൾ പത്തളക്കി എടുത്ത് വരും. അങ്ങനെ ഇതാണ് ഇവർ കാണിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ? നീ പറഞ്ഞു അള്ളാഹു നിന്നെ ശിക്ഷിച്ചോളൂ. അത്ര വലിയവനാണ് അള്ളാഹു എന്ന് അള്ളാഹു അക്ബർ എന്ന് പറയണ്ടല്ലോ. അവർ സങ്കല്പിക്കുന്നുണ്ട് അവന് കിട്ടില്ല, അവിടെ കിട്ടിക്കോളും, അവനുള്ളത് അവിടെ കിട്ടിക്കോളും. നമ്മളായിട്ട് എന്തിനാണ് ശിക്ഷിക്കുന്നത്? നമ്മളായിട്ട് എന്തിനാണ് പോലീസിൽ കേസ് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ പറഞ്ഞ ആൾക്കാർ എന്തിനാണ് പോലീസിൽ പോകുന്നത്? എന്തിനാണ് BJP ഗവൺമെൻറ് അടുത്ത് പോകുന്നത്? അതിന് ഉത്തരവുണ്ട് അവർക്ക്. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അയഞ്ഞു കിടക്കുന്ന തന്ത്രിയുണ്ട്, ഗിറ്റാറാകട്ടെ വീണയാകട്ടെ, അതിൻ്റെ തന്ത്രി മൂലയ്ക്ക് കിടക്കുന്ന സമയം ആ തന്ത്രിയുമായിട്ട് മുട്ടുമോ? നമ്മൾ ഒന്നും സംഭവിക്കില്ല. മുറുകി കിടക്കുന്ന തന്ത്രിയുമേ മുട്ടാറുള്ളൂ. അപ്പോഴാണ് നല്ല സ്വരമോ അപസ്വരമോ വരുള്ളൂ. ഇതുപോലെ ഇവർ മുറുകി കിടക്കുകയാണ്. ഇവരിപ്പോൾ മതം പൊട്ടി മുറുകി കിടക്കുകയാണ്. അപ്പോഴാണ് ഇടയ്ക്ക് പോയിട്ട് പ്രവാചകൻ ശരിയല്ല കേട്ടോ കാരണം അവർ കുറയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ വഴിക്ക് പോയി. പണ്ട് EMS പറഞ്ഞ പോലെ ശരിയത്ത് ശരിയല്ല. അത് കഴിഞ്ഞ് EMSൻ്റെ കാര്യം നോക്കിപ്പോയി. അതിൻ്റെ പേരിൽ ഇവിടെ എത്ര വർഷമാണ് ലഹളി ഉണ്ടാക്കിയത് ഇവർ. അപ്പോഴും നാറുകയാണ് ചെയ്തത്. പുഴയിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ഉറക്കെ നമ്മൾ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ.
അപ്പോൾ അപ്പുറത്തുള്ള തെങ്ങുംതോപ്പ് അവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക, പിന്നെ പാടമാണ്. അപ്പോൾ ഇവിടുന്ന് ഹോയ് ശബ്ദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറുപടി ഇങ്ങോട്ട് വരണ കാണാം. ഒരാളുടെ പേര് വിളിച്ചു പറഞ്ഞാൽ അതേ പേര് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരണ കാണാം. പ്രതിധ്വനിയാണത്. ആ പ്രതിധ്വനി വരും. അതൊരു രഹസ്യമാണ്. ഈ പ്രതിധ്വനി ഇല്ലെങ്കിൽ ആരാ കൂക്കി വിളിക്കുക? ഇവരെ പ്രവാചകനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉടനെ തന്നെ ഇവർ സ്ഥിരം പറയുന്നൊരു പരിപാടിയുണ്ട്. ഹീസ് ദ ലേറ്റസ്റ്റ് ആൻഡ് ഹീസ് ദ ലാസ്റ്റ്. ഏറ്റവും അവസാനം വന്നതും ഇനി ഒരു ആളില്ലാത്തതും. ഇത് എന്തർത്ഥത്തിലാണ് അവർ പറയുന്നത്? അന്ത്യപ്രവാചകൻ എന്തർത്ഥത്തിലാണ് അവർ പറയുന്നത്? അതും കളിയാക്കലുകൾക്ക്, പരിഹാസത്തിന് കാരണമാകുന്നുണ്ട്. ഈ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത് പരിഹാസത്തിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ചട്ടമ്പി സ്വാമികൾ അന്ത്യപ്രവാചകനല്ലേ? അദ്ദേഹം പ്രവാചകനല്ലേ? അന്ത്യപ്രവാചകനാണെന്ന് ഇവിടുത്തെ നായന്മാർക്ക് പറഞ്ഞൂടെ? ശ്രീനാരായണ ഗുരുദേവനാണ് അന്ത്യപ്രവാചകൻ, അങ്ങനെ പറഞ്ഞൂടെ? ഗുരു നാനാക്കുണ്ടായിട്ടില്ലേ? ജ്ഞാനദേവനുണ്ടായിട്ടില്ലേ? സായിബാബ ഉണ്ടായിട്ടില്ലേ? മാതാമൃതാനന്ദമയി ഉണ്ടായിട്ടില്ലേ? രാമകൃഷ്ണ പരമഹംസൻ ഉണ്ടായിട്ടില്ലേ? എന്തിന് ചൈതന്യ മഹാപ്രഭു ഉണ്ടായിട്ടില്ലേ? എന്തിനേറെ ഇപ്പോൾ ചെന്നൈയിൽ പോയാൽ അവിടെ ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. ആളെ മനസ്സിലായില്ല വേണ്ട. അപ്പോൾ ഇവരൊക്കെയും പറയാം ഞാനാണ് അന്ത്യപ്രവാചകൻ എന്ന് ഇവർക്കൊക്കെയും പറയാം. പിന്നെ ദൈവകൽപ്പനകൾ അത് പരസ്യമായിട്ട് വില കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കേണ്ടതല്ല. അത് ഓരോരുത്തരെയും മനസ്സിലാണ് കാത്തു സൂക്ഷിച്ച് വെക്കേണ്ടത്. നമ്മളിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ വലിയ മതിപ്പാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ അച്ഛൻ്റെ കഴിവുകൾ വീടിനകത്തേ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. പക്ഷേ നാട്ടുകാരോട് പോയിട്ട് പറയാം എൻ്റെ അച്ഛൻ ആരാന്നറിയോ നിനക്ക് എന്ന് ചോദിച്ചാൽ അവർ പറയും എൻ്റെ അച്ഛൻ മറ്റേതാണെന്ന് പറയും, ഒരു കഴുതിയാണെന്ന് പറയും. അത് അവിടെ പോയിട്ട് പറഞ്ഞതുകൊണ്ടല്ലേ കിട്ടുന്നത്. പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി, ഈ ബാങ്ക് വിളി അത് ഒരുപാട് ആളുകളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇത് പറയാറില്ല, പക്ഷേ ഇപ്പോഴതൊരു ഞാൻ പറഞ്ഞില്ലേ, ഗൾഫൊക്കെ ഉണ്ടായതിനു ശേഷം മൈക്ക് സെറ്റുകളുടെ എണ്ണം കൂടി, ശബ്ദം കൂടി വന്നു. അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ള കാര്യം അവരവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം അത് വലിയ കോളാമ്പി മൈക്ക് വെച്ച് ഇതര സമൂഹങ്ങൾ പോലും ഉള്ള ഇടത്ത് ഉറക്കെ ഉദ്ഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകുമല്ലോ, അതിൻ്റെ പുറകിൽ അധിക്ഷേപങ്ങൾ ഉണ്ടാകുമല്ലോ. അതപ്പോൾ ആ മൈക്ക് അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ പോരെ? ഇപ്പോൾ ഈ കാര്യം അറിയാൻ വേണ്ടി വായിച്ചു നോക്കിയാൽ പോരെ, സമയം അറിയാൻ വേണ്ടിയിട്ട്? പിന്നെ കേസ് കൊടുക്കാൻ മുസ്ലിം സംഘടനകൾ പുറപ്പെടുന്നു എന്ന് കേട്ടു. അർത്ഥശൂന്യമായിട്ടുള്ള പ്രവൃത്തിയാണത്, ചിരിക്കാൻ വക നൽകുന്ന പ്രവൃത്തി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാതെ മിണ്ടാതിരുന്നാൽ ഈ മുസ്ലിം സംഘടനകൾക്കും അവരുടെ കീഴാദികൾക്കും, ദാറ്റ് മീൻസ് അവരുടെ ഒപ്പമുള്ള അടിമകൾക്കും നല്ലത്. കേസും കൂട്ടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം എതിർപ്പുകൾ, അധിക്ഷേപങ്ങൾ ശതഗുണീഭവിക്കും എന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് ഇന്ത്യയാണ്, ഇത് ഭാരതമാണ്, ഇത് ഹിന്ദുസ്ഥാനമാണ്, ഇത് ഹിന്ദുക്കളുടെ ദേശമാണ്. മറ്റുള്ളവർ മുസ്ലിങ്ങളടക്കം കയറി വന്നവരാണ്, വല്ലോടത്തുനിന്നും കയറി വന്നവരാണ്, യാതൊരു സംശയവുമില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വാടകക്കാരാണ്. ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ അന്തരംഗത്തിൽ ഉണ്ടാകണം. ഈ നാസിയ ഇലാഖി ഖാൻ എന്ന സ്ത്രീ അവരിപ്പോഴും മുസ്ലിം തന്നെയായിട്ടാണ് തുടരുന്നത്. അവർ ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്നുണ്ട്. ഉള്ള സത്യം സത്യമായിട്ട് കാണാനുള്ള ശേഷിയുണ്ട്. അത് അവർ മുസ്ലിം ആയതുകൊണ്ട്. നമ്മുടെ ജാമിദ ടീച്ചറുടെ പോലെ എനിക്ക് അവരെക്കുറിച്ച് കാണുമ്പോൾ ജാമിദ ടീച്ചറുടെയും ഫോട്ടോ വെച്ച് നോക്കിയത് രണ്ടും ഒരേ ജാമിദ ടീച്ചർ വേഷം മാറി വന്നാണെന്നൊരു സംശയം തോന്നി. രണ്ടുപേരുടെയും ഭാഷണം അതുപോലെയാണ്, നല്ല ഊറ്റമുള്ള ഭാഷണം, ഉറച്ച ഭാഷണം. ജാമിദ ടീച്ചറല്ല, അവർ കൽക്കട്ടക്കാരിയാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നല്ല മുസ്ലിം നല്ലത് കാണും, ചീത്തയും കാണും. ചീത്തയ്ക്കെതിരെ അവർ മനസാവച്ച സാകർമ്മണ പ്രവർത്തിക്കും, നല്ലതിന് ആനുകൂല്യം കൊടുത്തുകൊണ്ട് മനസാവച്ച സാകർമ്മണ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി അന്ന് പറഞ്ഞത്, ഒരു കളവ് ചെയ്ത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ അവളുടെ കൈ വെട്ടെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതിയല്ല. ഒരാൾ കളവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസ് മുസ്ലിമാണ് ചോദിക്കും, എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര് പരമേശ്വരൻ, ചള്ളയ്ക്ക് 2 ഇഞ്ച് കൊടുക്കും. എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര് ജോസഫ്, ചള്ളയ്ക്ക് 2 ഇഞ്ച് കൊടുക്കും. എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര് നൂറുദ്ദീൻ. എന്താണ് അങ്ങനെയൊക്കെയായേ എന്ന് പറഞ്ഞു വിടും. ആ രീതിയിൽ കാര്യങ്ങൾ സിനിമാ രംഗത്ത് കണ്ടില്ലേ? ഇത്രയും പോകുന്നൊരു പെണ്ണാണ് അവിടെ നിന്ന് കൊലപ്പിക്കുന്നത്. അവൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കൊലപ്പിക്കുന്നത്. ജിഹാദ് തന്നെ. അപ്പോൾ അതിൻ്റെ പുറയിൽ ആൾക്കാരുണ്ടെന്നർത്ഥം. ഏതായാലും ഈ പെൺകുട്ടിക്ക്, ഈ നാസിയ ഇലാഖിയ ഖാൻ എന്ന് പറയുന്ന നാസിയ സനാതനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആർജവമുണ്ട്. കാരണം അവളൊരു മുസ്ലിമാണ്. ബാക്കിയെല്ലാം മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്നവർ. പണ്ട് മുസ്ലിം സമൂഹത്തിലെ തഖിയ നിലനിന്നിരുന്നു, നുണ പറയാം. അതിന് ഹൈന്ദവ വേദങ്ങളെ ആപത് ധർമ്മം എന്നാണ് പറയുന്നത്.
ആപത്ത് ധർമ്മം കൺവെൻഷണലായിട്ടുള്ള ധർമ്മം ആയിരിക്കില്ല. ആപത്ത് വരുമ്പോൾ പലപ്പോഴും നിലനിൽക്കുന്ന ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പലതും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നുണ പറയേണ്ടി വരും, സത്യത്തെ മൂടി വയ്ക്കേണ്ടി വരും. അതെപ്പോഴാണെന്നറിയോ? ആപത്ത് വരുമ്പോൾ മാത്രം. എന്നാൽ മുസ്ലിം സമൂഹം ഇപ്പോൾ തക്കിയ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ് തക്കിയ. അവർക്ക് 5 നേരം നിസ്കാരവും 50 നേരം തക്കിയയും എന്ന രീതിയിലായിട്ട് അവരുടെ കണക്ക് വരുന്നത്. ഇവിടെ ലീഗുകാരൊക്കെ കണ്ടില്ലേ, പാവപ്പെട്ട മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ഭരണം കണ്ടില്ലേ, അതാണ് പറയുന്നത് 5 നേരം നിസ്കാരം 50 നേരം തക്കിയയും. ഇതായി കണക്ക്. തക്കിയ പ്രയോഗിക്കേണ്ടത് ഏറെ വ്യസനത്തോടു കൂടി ആകണമെന്നാണ്, അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇന്നിപ്പോൾ തക്കിയ പ്രയോഗം നിർലജ്ജം ഇവർ നടത്തുകയാണ്. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്കും അതിലെ നേതാക്കന്മാർക്കും അവരുടെ അടിമകൾക്കും കാമിനി മതി, കാഞ്ചനം മതി എന്നായി. അതിനുള്ള തിരിച്ചടി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ, അതുപോലെ തന്നെ ജബ്ബാർ മാഷ്, അതുപോലെ തന്നെ ജാമ്യ ടീച്ചറുടെ കാര്യം പറയാൻ കാരണം അത് അള്ളാഹുവിൻ്റെ കൽപ്പനയായിട്ട് കണ്ടുകൊണ്ട് വെറുതെ മാറത്തടിച്ച് നിലവിളിക്കാതെ, ഇവരാരെങ്കിലും അള്ളാഹുവിനെയോ പ്രവാചകനെയോ കുറ്റം പറയുന്ന സമയത്ത്, അധിക്ഷേപിക്കുന്ന സമയത്ത് മാറത്തടിച്ച് നിലവിളിക്കാതെ അതിൽ നിസ്സംഗത പാലിച്ച് അതിൽ നിന്ന് മുഖം തിരിച്ച് നടന്നാൽ നിങ്ങൾക്ക് നല്ലത്. വേറൊരു മാർഗവുമില്ല. കാരണം ഇത് ആണൊരുത്തൻ ഭരിക്കുന്ന നാടാണ്, RSSകാർ ഭരിക്കുന്ന നാടാണ്. അതെപ്പോഴും ഇങ്ങനെ ഓർത്തു വയ്ക്കുക, നല്ലതാണ്. അതല്ലെങ്കിൽ അതൊന്നും നല്ലതിനായിരിക്കില്ല.